ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാം സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം അഖിൽ മാരാരോടാണ്. അഖിലേ, ഇടാ മാരാരേ, നിനക്ക് ഇത്ര ആധികാരികമായി പ്രസവത്തെക്കുറിച്ച് പറയാനായിട്ട് മുൻപ് നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ പ്രസവം? നീ എത്ര എണ്ണത്തിനെ പ്രസവിച്ചിട്ടുണ്ട്? പണ്ട് അരി ഇടിച്ചുകൊണ്ടിരുന്നപ്പോഴും നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴും ആൾക്കാർ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ഇത് എന്ന് നീ ആധികാരികമായിട്ട് വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളംബരം ചെയ്യുന്നുണ്ടല്ലോ. നിനക്ക് ഇതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നീ പെറ്റിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ആധികാരികമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്? ഓക്കെ, നീ പെറ്റിട്ടില്ല, നീ കല്യാണം കഴിച്ചു, നിന്റെ ഭാര്യ പ്രസവിച്ചല്ലോ 2 എണ്ണത്തിനെ. നിന്റെ ഭാര്യ അരി ഇടിച്ചുകൊണ്ടിരുന്നപ്പം അപ്പുറത്തോട്ട് പോയി വളരെ എൻജോയ്മെന്റ് ആയിട്ട് പ്രസവിച്ചിട്ട് ഇപ്പുറത്ത് വന്ന് അരി ഇടിച്ച് നിനക്ക് പുട്ട് പുഴുങ്ങി തന്നോ? ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ നീ ഇപ്പൊ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്? നിനക്ക് എന്ത് അറിയാം പ്രസവത്തെ കുറിച്ച്? നിന്റെ ഭാര്യ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്താണ് പ്രസവം? അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യ അനുഭവിച്ചത് എന്താണെന്ന് നിനക്ക് അറിയാമോ? പ്രസവിച്ചത് എങ്ങനെയാണെന്നും ആ പ്രസവിച്ചപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്നും നിനക്കറിയാമോ? ഞാനൊരു അമ്മയാണ്, ഞാനൊന്ന് പ്രസവിച്ചതാണ്, എനിക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്. 10ാമത്തെ മാസം കഴിഞ്ഞ് 10ാം മാസം തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രസവിച്ചത്. ഞാൻ വളരെ എൻജോയ് ചെയ്തൊന്നും അല്ല 10 മാസം നടന്നത്. രക്ഷകർത്താക്കള് പറയുന്നുണ്ടല്ലോ, രക്ഷകർത്താക്കൾ അങ്ങ് എന്തൊക്കെയോ ഭയപ്പെടുത്തുന്നു. ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ടൊന്നുമില്ല. പ്രഗ്നൻസി എന്നൊരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ത്രീക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നിന്റെ ഭാര്യയ്ക്ക് ഇല്ലായിരുന്നോ? നീ നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയപ്പോൾ നീ നിന്റെ ഭാര്യയുടെ കൂടെ ഇല്ലായിരുന്നോ? നിനക്ക് അറിയത്തില്ലേ ഇതിനെക്കുറിച്ച്? ഇക്കാര്യങ്ങൾ ആണ് എനിക്ക് അഖിൽ മാരാരോട് ചോദിക്കാനുള്ളത്. ഇനി വേറൊരു തെണ്ടി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രസവത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഇവനെയൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇതിപ്പോ ഇന്ന് പറഞ്ഞിട്ട് നാളെ പ്രസവിക്കാൻ പറയല്ലോ. 10 മാസത്തെ സമയം കൊടുത്തിട്ടാണ് നമ്മൾ സ്ത്രീകളോട് പ്രസവിക്കാൻ പറയണത്. എന്നിട്ടാണ് ഈ അഭ്യാസം. നീയാണോ 10 മാസം തരുന്നത്? 10 മാസം തന്നിട്ട് ആണ് നമ്മള് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ സമയം കൊടുക്കുന്നത്. എന്നിട്ടാണ് ഈ അഭ്യാസം. പ്രസവം എന്ന് പറയുന്ന ഒരു അഭ്യാസമാണോ? നിനക്ക് എന്തറിയാം? ഈ പ്രസവമൊക്കെ നമ്മൾ ആണുങ്ങളുടെ കയ്യിൽ കിട്ടണം. ആഴ്ചക്ക് പ്രസവിച്ചിട്ടാണ് നമ്മൾ. സുഹൃത്തെ, ആഴ്ചക്ക് പ്രസവിക്കാൻ പറ്റില്ല. അത് ആടിന്റെ കയ്യിൽ കിട്ടിയാലും എങ്കിൽ 9 മാസം പൂർത്തിയായതിനു ശേഷമേ പ്രസവിക്കാൻ പറ്റൂ. അല്ലാതെ ആഴ്ചയിൽ പ്രസവിക്കാൻ പറ്റില്ല. അത്ര പോലും ഒരു വിവരം ഇല്ലാതെയാണോ ഇത്ര കാര്യമായിട്ടിരുന്നോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? പിള്ളേരെ ഇല്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പ്രസവമൊക്കെ എന്നാണ് ഇത്ര വലിയ കാര്യമായത്? എന്റെയൊക്കെ ചെറുപ്പത്തിൽ പ്രസവം, നിന്റെയൊക്കെ ചെറുപ്പത്തിൽ പ്രസവം ഒന്നും വലിയ സംഗതി ആയിരുന്നില്ല. എന്നാണ് വലിയ സംഗതി ആയതെന്ന്? പണ്ട് തൊട്ടേ ഇതൊരു വലിയ സംഗതി തന്നെയാണ് പ്രിയ സുഹൃത്തെ. അത് നിനക്കറിയാൻ വയ്യാതെ പോയതിന് ഞങ്ങൾ എന്ത് സംഭവം ഒന്നും ആയിരുന്നില്ല. ഒരു ദോശയ്ക്ക് മാവ് ഒഴിച്ച് വെച്ചിട്ട് അത് മറിച്ചിടുന്നതിന് മുമ്പേ പ്രസവിച്ചിട്ട് തിരിച്ചു വരുന്ന സ്ത്രീകൾ പണ്ടാണോ നിന്റെ അമ്മ പ്രസവിച്ചത്? നിന്റെ അമ്മ ദോശയ്ക്ക് അങ്ങോട്ട് മാവ് ഒഴിച്ച് വെച്ചിട്ട് പോയി നിന്നെ പ്രസവിച്ചിട്ടിട്ട് വന്ന് ദോശ മറിച്ചിട്ട് നിനക്ക് കുത്തിക്കേറ്റി തന്നാടായിരുന്നു. പിന്നല്ലാണ്ട്. എന്നിട്ട് ഈ പ്രസവിച്ചു വരുന്നതിന്റെ പുറകെ നേരെ തെങ്ങി കയറി തേങ്ങയിട്ട് ആ തേങ്ങ കൊണ്ട് അപ്പൊ തന്നെ അമ്മിക്കല്ലിൽ ചമ്മന്തി അരച്ച് അതേ ദോശയ്ക്ക് അവർ തേങ്ങ എടുത്ത് നിനക്ക് ചമ്മന്തി അരച്ച് ദോശയ്ക്ക് കറിയായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോഴല്ലേ ഈ സ്കാനിങ്, ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, പിന്നെ മറ്റേ കീറി എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരു സീസറാ, അത് തന്നെ സിസേറിയൻ. ഇതൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പിള്ളേര് പുറത്തേക്ക് വരത്തില്ല പോലും. പണ്ടൊക്കെ 16 പ്രസവിച്ച 5-6 എണ്ണത്തിനെങ്കിലും നമുക്ക് ജീവനോടെ കിട്ടുമായിരുന്നു. ബാക്കി പിള്ളേരൊക്കെ ജനിച്ച നാളിന്റെ ദോഷം കൊണ്ടൊക്കെ അങ്ങ് മരിച്ചു. നീ ഇത് കളിയെ തമാശയായിട്ടാണോ പറഞ്ഞത്, സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നീ പറയുന്നു 16 പ്രസവിച്ചിട്ട് 5-6 എണ്ണത്തിനെ ജീവനോടെ കിട്ടുമായിരുന്നു, ബാക്കിയുള്ളതെല്ലാം സമയദോഷം കൊണ്ട് അങ്ങ് പോവുമായിരുന്നെന്ന്. അതുകൊണ്ടാണോ ഇപ്പോ ഇങ്ങനെ സ്കാനിങ്ങും മാസാമാസമുള്ള സ്കാനിങ്ങും മാസാമാസമുള്ള ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് 16 എണ്ണത്തിനെയൊന്നും പറയാൻ വയ്യ. ഞങ്ങൾക്ക് 2-3 എണ്ണത്തിനെ പെറ്റ് കഴിഞ്ഞാൽ അതിനോട് ഞങ്ങൾക്ക് ജീവനോടെ വേണം. 16 എണ്ണത്തിനെ പെട്ടിട്ട് 2-3 എണ്ണത്തിനെ കിട്ടുന്നതിനെക്കാട്ടി ബെറ്റല്ലേ നല്ലതുപോലെ നോക്കി കണ്ടിട്ട് 3 എണ്ണത്തിനെ പ്രസവിച്ച് അതിനെ ജീവനോടെ കിട്ടുന്നത്? നിന്റെ അമ്മ നിന്നെ എങ്ങനെ പ്രസവിച്ചത്? ഇവനൊക്കെ എവിടുത്തുകാരനാ? ഈ ആണുങ്ങൾ ഒരൊറ്റ സ്ത്രീകളെങ്കിലും വന്ന് ഈ പ്രസവത്തെ കുറിച്ച് ഇത്ര വൾഗറായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് സംസാരിക്കുമായിരിക്കും. അവർക്ക് പ്രസവം എന്താണെന്നോ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്നോ പ്രസവത്തിന്റെ സീരിയസ്നെസ് എന്താണെന്നോ എന്താണ് പ്രഗ്നൻസിയിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുമായിരിക്കും. അല്ലാതെ ഒരു സ്ത്രീയും പ്രസവത്തെ ഇത്ര അധിക്ഷേപിച്ച് സംസാരിക്കില്ല. ഇവനൊക്കെ ആര് ലൈസൻസ് കൊടുത്ത്? പിന്നെ ഭൂമിക്ക് അടിയിലുള്ള എന്ത് കാര്യത്തെ പറ്റിയും അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശം
അവകാശവും ഇന്ന് മനുഷ്യർക്കുണ്ട്. അവര് വന്ന് സോഷ്യൽ മീഡിയയിൽ വളന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. അതിനി ഒരു സ്ത്രീയുടെ പ്രസവത്തെ പോലും ഇത്ര അധിക്ഷേപിച്ച് സംസാരിക്കാം. 2-3 നമുക്കൊരു ഡോക്ടർ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. I don't think this even deserves a response, but since many of you asked for it. ആദ്യത്തെ കാര്യം, താങ്കൾ പറഞ്ഞു ലേബർ ഒരു എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ് ആണെന്ന്. പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇത്ര ആധികാരികമായി പറയുന്നത് ഒന്നാമത്തെ ശരിയല്ല. ആസ് എ മദർ ആൻഡ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഒരു നല്ല നമ്പർ ഓഫ് സ്ത്രീകളുടെ ലേബറിലും ഡെലിവറിയിലും എനിക്ക് ഈ സ്ത്രീകളുടെ കൂടെ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു സ്ത്രീയും വളരെയധികം എൻജോയ് ചെയ്ത് ലേബർ ചെയ്യുന്നതോ ഡെലിവറി ചെയ്യുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈവൻ എപ്പിഡ്യൂറൽ എടുത്താൽ പോലും. ലേബർ ഇസ് എ വെരി ഡിമാൻഡിംഗ് പ്രോസസ്, ഫിസിക്കലി, മെന്റലി ആൻഡ് ഇമോഷണലി. എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അമ്യൂസ്മെന്റ് പാർക്കിലോ സിനിമ തിയേറ്ററിലോ പോയി അപ്പുറത്തെ റൂമിൽ പോയി പ്രസവിച്ചാൽ പോയി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം മെറ്റേണൽ മോർട്ടാലിറ്റിയുടെ നിരക്ക് 1990 നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ there is a decline of about 50%. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അതെന്താ കാരണം? ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറീസ്. അതായത് മെജോറിറ്റി സ്ത്രീകളും ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് തന്നെയാണ്. ഒരു ഡോക്ടർ ആധികാരികമായിട്ട് വന്ന് പറഞ്ഞു. പക്ഷേ പ്രസവിച്ച ഏതൊരു സ്ത്രീക്കും പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് എന്തുവാണെന്ന് അറിയാൻ പറ്റും. 9 മാസം അവരെങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്ന് അറിയാം. 9-ാം മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുമ്പോഴുള്ള ആ ഒരു പെയിൻ, അത് മരണവെപ്രാളം കണക്കുള്ള ഒരു പെയിനാണ്. അത് ഒരു പ്രസവിച്ച സ്ത്രീക്ക് അറിയാം. ഇവന്മാർക്കൊക്കെ എന്തും വിളിച്ച് പറയാം. ഇപ്പൊ ഈ അഖിൽ മാരാർക്ക് ഒന്ന് വൈറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ വന്ന് വിളിച്ച് പറഞ്ഞ് ആരെങ്കിലും തല്ലിയാലും കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് വൈറലാവണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ വൈറലാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പൊട്ടത്തരം ഇങ്ങനെ വിളിച്ച് പറയുന്നത്. അപ്പോഴെന്തിനാ സ്ത്രീകൾ അലമുറയിട്ട് ആ സമയത്ത് കരയുന്നത്? അതറിയില്ല. ഞാൻ ഇത്രയും നേരം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് ഇപ്പൊ കഴിയുമല്ലോ എന്നുള്ള വിഷമം കാരണമാണ് അവർ ആ സമയത്ത് അലമുറയിട്ട് കരയുന്നത്. അല്ലാണ്ട് വേദന കൊണ്ടൊന്നും അല്ല. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞു തന്നത്? എനിക്ക് എന്റെ അറിവിൽ പല സ്ത്രീകളും ആശുപത്രിയിലുള്ള എൻജോയ്മെന്റ് കുറവായതുകൊണ്ട് വണ്ടർലേ വരെ പ്രസവിക്കണമെന്ന് വാശി പിടിച്ചവരുണ്ട്. അത്രയ്ക്ക് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട പ്രോസസ്സാ. അതാണ് ഇന്നത്തെ സൊസൈറ്റിയിലുള്ള പെൺകുട്ടികളെ പേടിപ്പിച്ച് നിങ്ങൾ ചെയ്യാതെ. ഇനി ഇതിനെ പറ്റിയിട്ട് ഈ പോങ്ങൻ, അതായത് ഈ അഖിൽ മാരാറ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെന്താന്ന് കേൾക്കാം. പറയുന്നത് ഉൾക്കൊള്ളാൻ ബോധമില്ലാത്ത കുറെ എണ്ണത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ചെയ്യേണ്ട ബാധ്യതയാണ്. അവൻ എന്താണോ പറഞ്ഞത് അത് ഉൾക്കൊള്ളാനുള്ള ബോധം ഇല്ലാത്തവരെ ഉത്തരവാദിത്വത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. നീ പഠിപ്പിക്കുവോ? പ്രസവിക്കുന്ന എങ്ങനെയാണെന്നും എങ്ങനെ എന്ത് പ്രസവ സമയത്ത് എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ള നീ പഠിപ്പിക്കൂടാ? പ്രസവം എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന മഹത്തായ ഉദാത്തമായ ഒരു ക്രിയയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് എൻജോയ് ചെയ്യണമെങ്കിൽ താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന ചിന്തയും അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. ഞാനതല്ല ആലോചിക്കുന്നേ. ഈ പ്രസവ സമയത്ത് വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോ ഞാൻ അമ്മയാവാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഇത് വന്നിട്ട് ഒരു നിർവൃതിയിൽ എൻജോയ്മെന്റ് ചെയ്യണോ അത്രേ? ഇവനെയൊക്കെ അങ്ങനെ അത്തരം ഒരു മഹത്വമാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ന ചിന്ത ഗർഭകാലത്ത് ആസ്വദിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയുന്ന ഈ മഹത്വത്തിന്റെ മൂല്യം അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ മഹത്വം അവൾ അറിയുന്നത് കൊണ്ടാണ്. എന്തൊക്കെയാ എന്ന് മനസ്സിലാവുന്നില്ല. എനിക്കിത് കേട്ടിട്ട് ഇങ്ങനെ തോന്നുന്നത്, എൻ്റെ വയറ്റിൽ വളരുന്നത് എന്തോ വലിയൊരിതാണ്, അതുകൊണ്ട് അത് അങ്ങനെ ആവണം, അതിങ്ങനെ ആവണം. എന്താ പൊട്ടത്രാന്ന് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ. ഒരു സ്ത്രീ വിവാഹമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെയായാലും അമ്മയാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു അമ്മയാ ജനിക്കും. അതായത് നമ്മൾ അന്ന് വരെ, അതായത് പ്രഗ്നൻസി ആണെന്ന് അറിയുന്നത് വരെ ഉള്ള ഒരു ലൈഫ് ആയിരിക്കത്തില്ല നമ്മൾ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ളത്. അത് ഈ പോങ്ങനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വവും ആ ഒരു മഹാത്മ്യവും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് ഒരു സ്ത്രീ മുന്നോട്ട് പോകുന്നത്. അതിന് ഇവ എന്തൊക്കെയായി പറയുന്നത്? അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. അങ്ങനെ അത്തരം ഒരു മഹത്വമാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ന ചിന്ത. അതെല്ലാവർക്കും ഉണ്ട്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞെന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അതില്ല, നിന്റെ പെണ്ണുപിള്ളക്ക് ഇല്ലായിരുന്നോ? ഗർഭകാലത്തെ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയുന്ന ഈ മഹത്വ മൂല്യം അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ മഹത്വം അവൾ അറിഞ്ഞത് കൊണ്ടാണ്. ഗർഭകാലത്തെ ആസ്വദിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആസ്വദിച്ച് തന്നെ നമ്മളൊക്കെ പോകുന്നത്. പക്ഷേ പ്രഗ്നന്റ് ആയി 3 മാസം ചില സ്ത്രീകൾക്ക്, എല്ലാവർക്കും ഇല്ല, ചില സ്ത്രീകൾക്ക് ഭയങ്കര ഛർദിയായിരിക്കും, ഒരു വാഹ കഴിക്കാൻ പറ്റില്ല, ഒന്നിനോട് ഒരു ഇഷ്ടം തോന്നത്തില്ല, ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ഇതായിരിക്കും 3 മാസം. ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷെ പല സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, എന്താണ് ആസ്വദിക്കുന്നത്? ഓരോ പ്രാവശ്യം പോയി വോമിറ്റിംഗ് ചെയ്യുമ്പോഴും ആസ്വദിക്കണോ?
മറിച്ച് വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ ജീവിതം തകർത്തു, എന്റെ സൗന്ദര്യം തകർത്തു. ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും പ്രസവിച്ചാൽ എന്താകും? എന്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളെയും പുരോഗമനത്തിന്റെ പേരിൽ കുടുംബം എന്ന മൂല്യം ഇല്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും ഞാൻ മനുഷ്യഗണത്തിൽ പോലും കൂട്ടുന്നില്ല. എന്ത് പൊട്ടത്തറ ഇവനൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഇന്നത്തെ കാലത്ത് നല്ലതുപോലെ കല്യാണം കഴിച്ച് നല്ലതുപോലെ പ്രഗ്നന്റ് ആവുന്ന ഒരു സ്ത്രീയും വിചാരിക്കില്ല ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞെന്റെ ജീവിതം തകർത്തെന്ന് ഒരു മനുഷ്യനും വിചാരിക്കത്തില്ല. ഇന്ന് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വഴിപാടുകളും പൂജകളും എന്തെല്ലാം നടത്തിയിട്ടാണ് ചില ആൾക്കാർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പൊ ആ കുഞ്ഞ് എന്റെ ജീവിതം തകർത്തെന്ന് ഏതൊരമ്മയാ വിചാരിക്കുന്നേ? അത് അങ്ങനെയൊക്കെ നടക്കുന്നേ. അതായത് ഇങ്ങനെ എന്താ പറയുന്നേ, വല്ലവന്മാരുടെയും തോളെ കയറി ഉണ്ടാകുന്ന അതിന് അവരൊക്കെ അങ്ങനെ വിചാരിക്കുമായിരിക്കും. അതിന് എല്ലാ സ്ത്രീകളെയും ഒരേ കണക്ക് താരതമ്യം ചെയ്ത്, അതായത് എല്ലാ സ്ത്രീകളെയും ഒരേ ഇതായിട്ട് കണ്ടുകൊണ്ട് ഇയാൾക്ക് എങ്ങനെ ഇതൊക്കെ എഴുതാൻ തോന്നുന്നു? മറിച്ച് വയറ്റിൽ വളരുന്ന കുഞ്ഞെന്റെ ജീവിതം തകർത്തു, എന്റെ സൗന്ദര്യം തകർത്തു, ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും എന്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളെ പുരോഗമനത്തിന്റെ പേര് കുടുംബം എന്ന മൂല്യം ഉണ്ടാകും. തന്റെ ഭാര്യ അങ്ങനെയായിരുന്നോ? തന്റെ ഭാര്യ പ്രഗ്നന്റ് ആയപ്പോ തന്റെ ഭാര്യ മനസ്സിൽ വിചാരിച്ചോ, അയ്യോ എന്റെ വയറ്റിൽ വളരുന്ന ഇത് എന്റെ ജീവിതം നശിപ്പിക്കുമല്ലോ, എന്റെ സൗന്ദര്യം നശിപ്പിക്കുമല്ലോ, എന്റെ അത് നശിപ്പിക്കുമല്ലോ, ഇത് നശിപ്പിക്കുമല്ലോ? നിന്റെ ഭാര്യ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ ഭാര്യ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാ സ്ത്രീകളും അല്ല. ഞങ്ങളാരും അങ്ങനൊന്നും അല്ല. ഞങ്ങൾക്കടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജീവൻ വളരുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഞങ്ങള് ഒരു പ്രത്യേക ഒരു ഇതിലാണ്. അതായത് അത് നമ്മുടെ ജീവിതം തകർക്കുന്നോ സൗന്ദര്യം തകർക്കുന്നോ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ കിടന്നിട്ട് ഒന്ന് എഴുന്നേക്കുമ്പോൾ പോലും അയ്യോ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും പറ്റരുത് എന്ന് കരുതി സാവധാനമാണ് നമ്മളൊന്ന് കിടന്നിട്ട് എഴുന്നേക്കുന്നത് പോലും. അപ്പോൾ നമ്മൾ ഇതിന് എന്താകും, ഇത് അങ്ങനെയാകും, ഇത് എന്റെ ജീവൻ നശിപ്പിച്ചെന്ന് ഒരിക്കലും ചിന്തിച്ചാൽ തന്റെ ഭാര്യ ആയിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ആലോചിച്ചും കണ്ടും എഴുതി പിടിപ്പിക്കൂ. ഇവനൊക്കെ ഏതാണ്, ഇവനൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നുണ്ട് ഇവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഈ ഒരു അവസ്ഥയെ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഇവന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും ഈ നശൂല എന്നാണ് ഇറങ്ങുന്നത്, അതിങ്ങനെ അങ്ങനെയാന്നൊക്കെ ചിലപ്പോൾ ഇവന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ഇവ ഈ രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നത്. ഇവന്റെ മെന്റാലിറ്റി അതായിരിക്കും. അല്ലെങ്കിൽ ഇവന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതായിരിക്കും ഇവന് ഈ രീതിയിൽ എഴുതാൻ പറ്റുക. പറഞ്ഞതോ പറഞ്ഞു. അത് നാട് മൊത്തം അവനെ കുത്തിക്കീറാനായിട്ടുള്ള ദേഷ്യം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. എന്നിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടേക്കുന്നു. ജന്മങ്ങളെ പുരോഗമനത്തിന്റെ പേരിൽ കുടുംബം എന്ന മൂല്യം ഇല്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും ഞാൻ മനുഷ്യഗണത്തിൽ പോലും കൂട്ടുന്നില്ല. നീ കൂട്ടണ്ടടാ, നീ കൂട്ടണമെന്ന് ഇവിടെ ആര് പറയുന്നത്? നിന്നെ ആര് നോക്കുന്നത്? നീ നിന്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള നിന്റെ പെങ്ങളെയോ നിന്റെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നീ നാട്ടിൽ കിടക്കുന്ന സ്ത്രീകളുടെ കാര്യങ്ങൾ മൊത്തം പറയാം. നിനക്കത് അധികാരം തന്നത്, നിനക്കത് അവകാശം തന്നത് ഞങ്ങളൊക്കെ പ്രസവിച്ച സ്ത്രീകളാണ്. ഞങ്ങളൊന്നും ഈ ഗതി കൂടെ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി കൂടെ ഞങ്ങൾ ആരും ഒരിക്കലും കടന്നു പോയിട്ടില്ല. നിങ്ങൾ പറയൂ പ്രേക്ഷകരെ, പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകള് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളുണ്ടോ? എന്റെ ഈ വയറ്റിൽ കിടക്കുന്ന ഇത് കാരണം എന്റെ സൗന്ദര്യം പോകും, ഞാൻ ഇനി എന്താവും അതാവും ഇതാവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? പ്രസവം കഴിഞ്ഞ ഒരു 2-3 മാസം സ്ത്രീകൾക്ക് പല ടൈപ്പിലുള്ള വിചാരങ്ങളും ഉണ്ടാവും. അതായത് ദേഷ്യം, അത് പിന്നെ ചിലത് കുഞ്ഞു കരയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടക്കേട് തോന്നും. അതൊക്കെ ഒരു സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് 3 മാസം നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലായാലും അത്രത്തോളം കെയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നത്. അവര് നമ്മളെ ഈ ഒരു നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശാരീരികത്തിലും ഒക്കെ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളെ അവര് കണ്ടറിഞ്ഞ് നമ്മളെ അവര് പ്രൊട്ടക്ട് ചെയ്ത് പരിഗണിച്ച് നമ്മളെ അതേ കണക്ക് നോക്കും. എന്തിനാണ് പിന്നെ സ്ത്രീകൾക്ക് 3 മാസം ഗർഭ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്? അങ്ങനെയാണ് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കത്തില്ല. ഓ ഇനി കുഞ്ഞുണ്ടായി, നിന്റെ ജീവിതം പോയി, നിന്റെ സൗന്ദര്യം പോയി, നിനക്കിനി ഒന്നിനും പറ്റില്ല എന്ന് നമ്മുടെ കുടുംബക്കാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാറില്ല. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. എന്റെയൊക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഞാൻ പ്രസവം കഴിഞ്ഞ് 6 മാസം എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ആയിരുന്നു. എന്നെ വളരെ എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ അമ്മയായാലും എൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ നോക്കുമായിരുന്നു. കുഞ്ഞിനെ അവർ നോക്കുന്നു, കുഞ്ഞിനെ കരയുമ്പോൾ അവർ നോക്കുന്നു, നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ കയ്യിൽ തരുന്നു, അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ നോക്കുന്നു. അങ്ങനെ ഇല്ലാത്തവരുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് ആൾക്കാരില്ലാത്തവർക്ക് ഇപ്പം അവരവരുടെ ഭർത്താക്കന്മാരെ പൈസ മുടക്കി ആൾക്കാരെ വെക്കുന്നുണ്ട്. എന്നാലും സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, സ്ത്രീകൾക്ക് കെയറിങ് കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മുടെ കുടുംബക്കാർ നമ്മളെ പ്രഗ്നന്റ് ആവുമ്പോൾ തൊട്ട് കുഞ്ഞുണ്ടായി കുഞ്ഞിനൊരു 3 മാസം കഴിയുന്നത് വരെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാറില്ല. നല്ല സ്ത്രീ, നല്ല കുടുംബത്തിൽ, അല്ലാതെ നല്ലതുപോലെ പ്രഗ്നന്റ് ആയി പ്രസവിക്കുന്ന സ്ത്രീകളെ ആരും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാറില്ല. നീ എന്താ പറയുന്നത്? നിന്റെ ഭാര്യ നീ പറഞ്ഞ് പേടിപ്പിച്ചോ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ?
പറഞ്ഞ് പേടിപ്പിച്ചു, ഹോസ്പിറ്റലുകാരും അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു. ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയി തന്നെ പ്രസവിച്ചിട്ടുള്ള, പക്ഷെ ഞങ്ങളേന്നും ഹോസ്പിറ്റലുകാർ ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും പ്രഗ്നൻസീസ് ടൈമിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുക, ഒന്നുകിൽ ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ അവർ നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. ഇത് ഇങ്ങനെ ഒരു ടൈമിൽ ഉണ്ടാവും, അതിന് നിങ്ങൾ ഇന്നതുപോലെ ചെയ്താൽ മതി, നിങ്ങൾക്കത് മാറിക്കിട്ടും എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുവാണ്. അല്ലാതെ ഹോസ്പിറ്റലുകാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നല്ല ഹോസ്പിറ്റലുകാർ ഒന്നും പേടിപ്പിക്കില്ല. ചിലപ്പോൾ നിന്റെ ഭാര്യ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നീ ഈ രീതിയിൽ സംസാരിക്കുന്നത്. സത്യമാണ് കേട്ടോ. ഇത് ഇങ്ങനെ കേട്ട് ഇവമാരൊക്കെ ഈ ഓൺലൈൻ മീഡിയയിൽ വന്ന് കിടന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരു അമ്മയാണ്, ഞാൻ പ്രസവിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കിതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവനൊക്കെ എന്ത് പൊട്ടത്തറായി വിളിച്ച് പറയുന്നത്. ഓരോ എക്സ്പീരിയൻസും ഒരു കുന്തം ഇല്ലാത്ത കുറെ ആണുങ്ങൾ വന്നിട്ട് എന്തൊക്കെയായി പറയുന്നത്. കേട്ടിട്ട് തന്നെ പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾ സ്ത്രീകളെ എല്ലാം പ്രതികരിക്കണം, ഇവന്റെയൊക്കെ അടുപ്പിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്റെ ഭാഗം പറഞ്ഞു, നിങ്ങളും പറയണം. നിങ്ങൾ പറയൂ, കമന്റിലൂടെ പറയൂ, 4 ആൾ കാണട്ടെ, കേൾക്കട്ടെ.